2010 മോഡൽ ഒരു ഗോൾഡൻ കളർ ഇന്നോവ ആയിരുന്നു. നോർമൽ ഡെൻറ്റിങ് ഉണ്ട് അവിടെയൊക്കെ, അതായത് ഇവിടെയൊക്കെ ചെറിയ ഡെൻ്റ് ഉണ്ട്, ഒരു ഡെൻ്റ്. പിന്നെ ബാക്കിയൊക്കെ നോക്കണമെങ്കിൽ ആ സൈഡ് വശങ്ങളിൽ ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ അലുണ്ട്, ഇവിടെ ഡെൻ്റ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ഡെൻ്റ്. മേജർ പാച്ചിങ് കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. पूरा पुट्टी है, बीच में स्टेप हो गया, बीच में नहीं ऐसा नहीं है, बीच में स्टेप हो गया देखा। जैसे मैं इसको ऊपर ना क्या कर रखा है मालूम है? वो मास्किंग वो था ना, डेंट था, उसी के ऊपर ऐसी में मास्किंग करके पुट्टी डाल के वो कर दी है, इसलिए ऐसा। ये जो बैठा है दाना से बैठा है उसको बैठा दे, बाकी मैं पुट्टी डाल दूँगी. वो टॉप में भी है ना नॉर्मल पुट्टी जाती है, पूरा में पुट्टी है, पूरा गाड़ी में पुट्टी जाती है, देख रहे पूरा ऐसा में पुट्टी भरा है, अंदर भी पुट्टी भर रही है, पूरा ऐसा में पुट्टी भी है, सिलिकॉन भी नहीं डाले बिल्डिंग में. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൻ്റെ ഒരക്കൽ കഴിഞ്ഞു. 220 പേപ്പർ ഉപയോഗിച്ച് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ആ ഉണ്ടായിരുന്ന കച്ചറ പെയിൻറ്റിങ്ങൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അവൻ പുട്ടി അപ്ലൈ സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ നമ്മളുടെ ഫൈനലി വണ്ടി ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 2010 മോഡൽ ഒരു ഗോൾഡൻ കളർ ഇന്നോവ ആയിരുന്നു. അപ്പോൾ ആ വണ്ടിയാണ് നമ്മൾ Type 4 കൺവേർട്ട് ചെയ്തു. 2016 മോഡലിലേക്ക് ബോഡി കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്തു. സീറ്റും കാര്യങ്ങളൊക്കെ വിൻസ് തൈ സപ്പോർട്ടുള്ള രീതിയിലുള്ള സ്പോർട്ടി ടൈപ്പ് സീറ്റും ചെയ്തിട്ടുണ്ട്. ഇരിക്കാനൊക്കെ കംഫർട്ടബിൾ ഉണ്ട്. അതെ, ഇവിടെ ഒരു ഷോൾഡർ സപ്പോർട്ട് ഉണ്ട്. അടിയിലിതേ ഇവിടെ ഒരു വിൻ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ താഴത്ത് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കംഫർട്ടബിളായിട്ട് ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു സീറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മിക്ക വണ്ടികളിലും നമ്മളിത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു വണ്ടിക്ക് ചെയ്ത് 4 എണ്ണം ആ ഒരു ടൈപ്പ് ഏറ്റവും ബാക്കിൽ സീറ്റും നോർമൽ ടൈപ്പും ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ അതേ റൂഫ് വേണ്ട ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഒരു BJ കളറാണ് വരാറ് റൂഫ്. അത് മാറ്റിയിട്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. സ്വിച്ച് പാനലും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിച്ചു. അതുകൊണ്ട് ഡോർ പാഡിൻ്റെ ആവശ്യം നോക്കണമെങ്കിൽ അപ്പോൾ നമ്മളിത് സീറ്റ് ഇതേ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാമറ പഠിക്കാൻ അയക്കിയതാണ്. ഈ ഒരു ടൈപ്പ് സീറ്റ് നമ്മൾ അടിച്ചിരിക്കുന്ന മെറ്റീരിയൽ നാപ്പ മെറ്റീരിയലാണ്. നാപ്പ മെറ്റീരിയൽ സിംഗിൾ സെൻറ്റർ സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ 2 സൈഡിൽ ഡബിൾ സ്റ്റിച്ചിങ്ങൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സീറ്റ് അടിച്ചിരിക്കുന്നത്. കംപ്ലൈൻ്റ് ഒന്നും വരാണ്ടിരിക്കാവുന്ന രീതിയിൽ സെൻട്രൽ പറഞ്ഞ ഈ ഒരു ഭാഗം നമ്മൾ പിയാനോ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഡോർ നമ്മുടെ സ്വിച്ച് പാനലുകളും കാര്യങ്ങളൊക്കെ പിയാനോ ഫിനിഷിങ് കൊടുത്തു. സ്റ്റിയറിങ് 2 ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ കവർ അടിച്ചിട്ടുണ്ട്. സെൻട്രലിലെ ഈ ഭാഗം മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡും താൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നിങ്ങൾ നേരത്തെ കണ്ട മാതിരി തന്നെ റൂഫിൽ വരുന്ന ആണെന്ത് ഇത് രാജന റൂഫിൽ വരുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതും ബ്ലാക്ക് അടിച്ചു, ഇത് ബ്ലാക്ക് അടിച്ചു, ഇത് ബ്ലാക്ക് അടിച്ചു. ഇത് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ പെയിൻ്റ് അടിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഫ്ലാഷ് പേപ്പർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനം ബ്ലാക്ക് കിട്ടാനില്ല. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനില്ല നമുക്ക്. അപ്പോൾ അത് നമ്മൾ അടിച്ചു. അത് ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പിൽ സ്റ്റിച്ചിങ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അടിവശം ബ്ലാക്ക്, അതുപോലെ മേൽവശം താൻ ഫിനിഷിങ് കൊടുത്തു. ന്യൂസ് പേപ്പർ ഇട്ടാണിത് ചവിട്ടി കയറാൻ മെനേഡായിട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അടിയിലും 70 മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 70 മാറ്റിൻ്റെ ഇസ്കബാർ ഡൽഡബി. അടിവശം നമ്മളിത് 70 മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ്, വിനൽ മാറ്റ്, നോർമൽ മാറ്റൊന്നും നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് 70 മാറ്റ് വിരിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഓൾറെഡി കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു സ്റ്റീരിയോ ഉണ്ട്. അപ്പോൾ അതും വന്നപ്പോൾ ഒരു രസമായിട്ടുണ്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട്. നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ യാത്രാ സുഖമുള്ള ഒരു വണ്ടി തന്നെയാണ് ഇന്നോവ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വണ്ടി കൺവേർട്ട് ചെയ്തും അതേപോലെ തന്നെ റീസ്റ്റോറേഷൻ ചെയ്തൊക്കെ കൊണ്ടുനടക്കണത്. ഫ്രണ്ടിനേക്കാളും ഏറ്റവും സുഖം ബാക്കിൽ നിന്ന് യാത്ര ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ 7 സീറ്റ് വാഹനങ്ങളൊക്കെ അതിങ്ങനെ ഈ ഒരു ടൈപ്പ് ആക്കിയപ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ തടയാൻ ഇവിടെ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ അത് നല്ല രീതിയിൽ സുഖമായിട്ട് ലോങ് യാത്രകൾക്കൊക്കെ പറ്റിയ ടൈപ്പ് ഒരു സീറ്റ് തന്നെയാണ് ഈ ഒരു ടൈപ്പ് സീറ്റ്. നമ്മൾ ഒരുപാട് വാഹനങ്ങളിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാക്കിൽ ഇരുന്നിട്ടുള്ള യാത്ര ഇന്നോവയ്ക്ക് ഏറ്റവും സുഖം. അതിനുവേണ്ടി ബാക്ക് സീറ്റും നമ്മൾ 4 സീറ്റും വിൻസ് തൈ സപ്പോർട്ടുള്ള രീതിയിൽ ഈ ഒരു ഡാർക്ക് കോമ്പിനേഷൻ. ടോപ്പ് റൂഫ് ബ്ലാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിലൊരു ഡാർക്ക് ഒരു ഇരുട്ട് നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യാം. ശരിക്കും അത് തന്നെയാണ് നല്ലത്. ഇന്ത്യയിൽ ചൂടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചോയ്സ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയാക്കി ചേഞ്ച് ചെയ്തു. ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് നോർമൽ സീറ്റ് തന്നെയാണ്. നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. ഈ 2 സീറ്റും കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ പുറമശം കാണാം. അപ്പം അങ്ങനെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സീറ്റിൻ്റെ സെൻറ്റർ വശമൊക്കെ ഡയമണ്ട് കട്ടിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. തൈ സപ്പോർട്ട് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്കും പോകണമെങ്കിൽ അതാ
അല്ല, ഒരു ഇരുണ്ട് നിൽക്കണ ഫീലാണ് അകത്ത്. ഇപ്പോൾ ബാക്ക് ബ്ലാക്കൊക്കെ ചെയ്തപ്പോൾ, ടോപ്പ് ബ്ലാക്കൊക്കെ ചെയ്തപ്പോൾ താൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കേട്ടോ. ഇനി നമുക്ക് ഡാഷ്ബോർഡ് ഒന്ന് ഇവിടെ നിന്ന് കാണാം. ഈ ഒരു ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഡാഷ്ബോർഡ്. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ടിരിക്കണമെങ്കിൽ ഈ ഒരു സ്ലോപ്പിൽ സീറ്റ് വെച്ചാൽ അടിപൊളിയായിട്ടിരിക്കുക. ബാക്ക് നോർമൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ടൈപ്പ്. ഇനി വണ്ടിയുടെ പുറം വശങ്ങൾ കാണാം കേട്ടോ. പുറം വശത്ത് നമ്മളിത് ഇവിടെ തന്നെ ഒരു മിറർ, ഓയിൽ ഫിനിഷിങ്ങിലുള്ള മിറർ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ നമ്മൾ മിക്ക വാഹനങ്ങളിലും ചെയ്യണ മാതിരി തന്നെ ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് നോർമൽ, ബാക്ക് LED ടൈലൈറ്റ് ആ രീതിയിൽ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ കളർ ഇന്നോവ ആയിരുന്നു കേട്ടോ. അലോയ് കാര്യങ്ങളൊക്കെ സിൽവർ ആയിരുന്നു, ഓൾറെഡി സിൽവർ തന്നെയായിരുന്നു. അത് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 അലോയ് വീൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, എപ്പോക്സി അടിച്ച് ക്ലിയർ ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ഓൾറെഡി ക്രോം തന്നെയായിരുന്നു, അത് നമ്മൾ പഴയത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് ഇറങ്ങി ആ വശം നമ്മൾ ബ്ലാക്ക് അടിച്ച് താഴത്തേക്ക് ബമ്പർ റിഫ്ലക്റ്റും കാര്യങ്ങളൊക്കെ LED വെച്ചിട്ട് ബാക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2010 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഗോൾഡൻ കളർ വണ്ടി വൈറ്റാക്കി മാറ്റിയൊരു വീഡിയോ ആയിരുന്നു. ഒരുപാട് വാഹനങ്ങൾ ഇത് പ്രൈമറൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇന്നോവ അല്ലാത്ത വാഹനങ്ങളും, എത്തിയോസ്, അതേപോലെ i20, പിന്നെ എന്നിട്ട് ഒരു നിസാൻ്റെ ഒരു വണ്ടി, അങ്ങനെയൊക്കെ ഒരുപാട് വണ്ടികൾ നമുക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വീഡിയോസ് എടുത്തെടുത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കുറച്ച് ഡിലേ വന്നു, 3-4 ദിവസം വന്നു. പിന്നെ കണ്ടിന്യൂ വീഡിയോ അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞാണ് വണ്ടികൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്യുക, വേഗം ഇറങ്ങുക എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.